ദിവസമായി നാം വാഴ്ത്തപ്പെട്ട ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവജന ചിന്തയ്ക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയിൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. പ്രൈസലോ. ഇവിടെ നാം ചിന്തിക്കുന്ന വചനം രക്ഷ നമുക്ക് അധികം അടുത്തിരിക്കുന്നു എന്നുള്ള വിഷയമാണ്. പ്രൈസലോ. നമുക്കറിയാം, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. 70 അല്ലെങ്കിൽ 80 വയസ്സ് ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ മുന്നോട്ട് പോയേക്കാം. അല്ലെ, ഈ കാലഘട്ടത്തിലെ നമ്മുടെ ഭക്ഷണ സാധനങ്ങളും ജീവിത രീതികളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ 70-80 എത്തുന്ന അപൂർവം ആളുകളാണ്. പ്രൈസലോ. അതിനിടയിൽ ദൈവം നമുക്ക് രക്ഷയെന്ന് പറയുന്ന ഒരനുഭവത്തെ തന്നിട്ടുണ്ട്. ആ രക്ഷയെന്ന് പറയുന്ന അനുഭവത്തിൽ ഞാനും നിങ്ങളും എത്തിച്ചേരുന്നില്ല എങ്കിൽ ജീവിതത്തിന്റെ അവസാന കാലഘട്ടം എന്ന് പറയുന്നത് മരണത്തിന് ശേഷം, മരണത്തോട് അനുബന്ധമായി നമുക്ക് ലഭ്യമാകാൻ പോകുന്ന അനുഭവം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. രക്ഷ നമ്മൾ സ്വന്തമാക്കിയാൽ നമുക്ക് നിത്യമായ രാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ ചെല്ലാം. ഇല്ല, നാം രക്ഷയെ ഗണ്യമാക്കാതെ അതിൽ നിന്നെല്ലാം തെറ്റി ഒഴിഞ്ഞാൽ നമുക്ക് ലഭ്യമാകാൻ പോകുന്നത് നിത്യമായ നരകമാണ്. അല്ലേ? അപ്പൊ രക്ഷകൻ നമ്മോട് അടുത്തിരിക്കുമ്പം വേണം നാം രക്ഷ നമ്മൾ പ്രാപിക്കാൻ. രക്ഷകൻ നമ്മോട് അടുത്തിരിക്കും. യേശു നമ്മോട് അടുത്തിരിക്കുമ്പോൾ നാം രക്ഷ പ്രാപിച്ചിരിക്കണം. രക്ഷ എന്ന് പറയുന്നത് ഭൂമിയിൽ ഒരു മനുഷ്യന് തരാൻ പറ്റുന്നില്ല. ഒരു മതങ്ങൾക്കും രക്ഷ തരാൻ പറ്റുന്നില്ല. ഒരു മതങ്ങളും ആരെയും രക്ഷിക്കത്തില്ല. ഒരു മത നേതാവിനും മതത്തിന്റെ പ്രമാണങ്ങൾക്കും രക്ഷ നൽകാനോ ഒരുവരെ രക്ഷയിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല. പിന്നെ ചിലർ പഠിപ്പിക്കുന്നുവെന്ന് മാത്രം. രക്ഷയുടെ ഉടമസ്ഥൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. രക്ഷകൻ യേശു മാത്രമാണ്. ഇത് കൃപയുടെ വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ അതുകൊണ്ട് നാം രക്ഷകന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലേണ്ട സമയമായി. രക്തം ചെയ്യും നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പൂർണ്ണ മനസ്താപത്തോടെ രക്ഷകന്റെ അടുക്കൽ നിന്ന് നാം രക്ഷ പ്രാപിച്ച് ഭൂമിയിൽ നീതീകരിക്കപ്പെട്ടവനായി വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് വേണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. അല്ലേ? മനുഷ്യനെ സംബന്ധിച്ചിട്ട് ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അടിച്ചു പൊളിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സ്തോത്രം. എന്നാൽ അങ്ങനെയുള്ള മനുഷ്യർക്ക് വരാൻ പോകുന്ന അപകടം എന്ന് പറഞ്ഞാൽ ദുരന്തം എത്ര ഭയാനകമായിരിക്കുമെന്ന് കാലാകാലങ്ങളായി ഞങ്ങൾ ദൈവവചന സത്യത്തിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രക്തം ചെയ്യും ഈ ഭൂമിയിൽ വെച്ച് തന്നെ രക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവിലൂടെ ആത്മരക്ഷ പ്രാപിച്ചുകൊണ്ട് നിത്യജീവന്റെ അവകാശിയായി ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവനാണ് യഥാർത്ഥ രക്ഷയുടെ അനുഭവം അനുഭവിക്കുന്നത്. ഈ ഭൂമി ജീവിച്ച് തങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളഞ്ഞ അനവധി മഹാന്മാരെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അല്ലേ? ഒരു ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. അടുത്ത വാക്യം പറയുന്നത്: ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ വ്രണ നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കിൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്നു വിശപ്പടക്കുവാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്തു നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിലേക്ക് എന്ന ലാസറിനെയും കണ്ടു. ഇത് ഒരുപാട് നാളുകൾ നമ്മൾ പ്രസംഗിക്കുന്ന വചനമാണ്. അല്ലേ? ഒരുപാട് നാളുകൾ പ്രസംഗിച്ചതായതുകൊണ്ടും യഥാർത്ഥത്തിൽ ഈ വചനത്തിലേക്ക് ആരും വന്നിട്ടില്ല. രണ്ട് മനുഷ്യനെ, ഒന്ന് ധനവാനായ മനുഷ്യനും ഒന്ന് ദരിദ്രനായ വ്രണം പിടിച്ച ലാസറും. ധനവാനായ മനുഷ്യൻ ധൂമ്രവസ്ത്രം പട്ടും ധരിച്ച് ദിവസം ഈ ഭൂമിയിൽ ആഡംബര ജീവിതം നയിക്കുക. എന്നാൽ ലാസറും വ്രണം പിടിച്ചവനായി ദരിദ്രനായവൻ ഈ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ തിന്ന തൃപ്തി അടയുക. രണ്ടുപേരും മരിച്ചു. ലാസർ മരിച്ച് അബ്രഹാമിന്റെ മടിയിലേക്ക്, ധനവാൻ മരിച്ച് യാതന സ്ഥലത്തേക്ക് ചെന്ന് അവിടെ ചെന്നപ്പോഴാണ് പുള്ളി മേലോട്ട് നോക്കിയപ്പോൾ തന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ തിന്ന് ദരിദ്രനായ വ്രണം പഠിച്ച ലാസർ അബ്രഹാമിന്റെ മടിയിലിരിക്കുന്നതും ഈ ധനവാൻ യാതന സ്ഥലത്ത് കിടന്ന് നിലവിളി ഉയർത്തുന്നതും.
നിങ്ങൾ എങ്ങോട്ട് പോകാനാണ് ഒരുങ്ങുന്നേ? എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് നീ ഇവിടെ ആഡംബര ജീവിതം നയിച്ച് ഇവിടെ രക്ഷകനെ അറിയാതെ, രക്ഷ നീ സ്വീകരിക്കാതെ, നിത്യജീവന്റെ അവകാശിയായി തീരാതെ ഇവിടെ അടിച്ചു പൊളിച്ച് നടന്നാൽ ഈ ധനവാൻ പോയ യാതന സ്ഥലത്ത് നീ കടന്നുപോയി നീ നിലവിളിക്കേണ്ടി വരും. നിന്നെ കൈപിടിച്ച് ഉയർത്തവൻ ആരും കാണത്തില്ല. എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് അടുത്തിരിക്കുന്ന രക്ഷയെ ഒരുപക്ഷെ നാം അല്ലെ താമസപ്പെടുത്തിയാൽ, നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ, നിന്നെ നിരാകരിച്ചാൽ, തിരസ്കരിച്ചാൽ, അല്ലെങ്കിൽ പിന്നീട് അത് വളരെ ദൂരത്തായേക്കാം. പിന്നീട് നമുക്കത് വാങ്ങിയെടുക്കാൻ അല്ലെങ്കിൽ നമുക്കതിലേക്ക് വരാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. രക്ഷയിൽ നമ്മൾ അകന്നു പോയേക്കാം. രക്തം ചെയ്യണം. അല്ലുരിയ അന്ന് ധനവാൻ തന്റെ കൃപയുടെ അല്ലുരിയ നാളുകളെല്ലാം അലക്ഷ്യമാക്കി കളഞ്ഞു. അല്ലുരിയ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുവാനും രക്താംബരം ധരിക്കുന്നതിനും മാത്രം തന്റെ ജീവിതം താൻ ജീവിതത്തെ കരുതി. ധനവാന നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണം, ആഡംബര ജീവിതം നയിക്കണം, സുഖിച്ച് സുഖലുവിലുപ്പനായി ജീവിക്കണം. അല്ലേരിയ സോദരൻ, ക്രിസ്തുവിനെയും അല്ലേരിയ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷയും ഈ ധനവാൻ നിസ്സാരമായി കരുതി. ഇന്നും ഒത്തിരി ധനവാന്മാർ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. ലോകരാജ്യങ്ങൾ കോടീശ്വരന്മാർ, അനുപത്തി ആളുകളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ധനവാനെ പോലെ തിന്തുകുടിച്ച് കുളച്ച് മതിച്ചുകൊണ്ട് ആഡംബര ജീവിതം നയിച്ച് ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ രക്ഷയും മറന്നു ജീവിക്കുന്ന അനുപതി ധനവാന്മാരോട് പറയുക, നിനക്കൊരു മരണം വെച്ചിട്ടുണ്ട്. ആ മരണത്തിന്റെ അവസാനം നീ ധനവാൻ ചെന്ന് കിടന്ന യാതന സ്ഥലത്ത് ഇത് കിടക്കും. അതുകൊണ്ട് ഇപ്പോൾ ദൈവജനം പറയാണ്, രക്ഷ ഇപ്പോൾ നമുക്ക് അടുത്തിരിക്കുന്നു, അധികം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് രക്ഷകനായ കർത്താവിലൂടെ നീ രക്ഷ പ്രാപിച്ചുകൊണ്ട് വേണം നിന്റെ ജീവിതത്തെ ഭൂമി നയിക്കുവാൻ. അല്ലേരിയ ചിലരൊക്കെ സമയം നീട്ടി വിടുകയാണ് ധനവാനെ പോലെ. പക്ഷെ നീ ഒരിക്കൽ മരിക്കും ശ്രോതാവേ. മരണാനന്തരം 2 സ്ഥലം, ഒന്ന് ഈ യാതന സ്ഥലവും മറ്റൊന്ന് സ്വർഗപ്രദേശി. അല്ലേ? താങ്കൾ എവിടെ എത്തുമെന്നുള്ളത് താങ്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അല്ലേറിയ അപ്പൊ ഈ ധനവാനെ നീ ക്രിസ്തുവിനെയും രക്ഷയും നിസാരമായി കരുതിനാൽ ഒടുവിൽ അവൻ നരകക്കടലിലെ ഓഹരിക്കാരനായി മാറേണ്ടി വന്നു. രക്ഷ അവന് ദൂരെയായി മാറി. വിശുദ്ധന്മാർ അവനിൽ നിന്നും അകന്നുപോയി. അവന്റെ നാവിനെ തണുപ്പിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാത്ത അവസ്ഥയായി ഈ ധനവാന്. യേശുവിൽ നകന്നുപോയി, രക്ഷയകന്നുപോയി, വിശുദ്ധന്മാരിൽ നകന്നുപോയി, കൂട്ടായ്മയിൽ നകന്നുപോയി, അബ്രഹാമിൽ അകന്നുപോയി. അല്ലേരിയ അവസാനം ഈ യാതന സ്ഥലത്ത് ചെന്ന് അവൻ നിലവിളിക്ക്, ഒരു തുള്ളി വെള്ളമെങ്കിലും എന്റെ നാവിനെ തണുപ്പിക്കാൻ തരണമേ എന്നുള്ള നിലവിളി അതുപോലും അവന് കിട്ടിയില്ല. എത്ര ഭയാനകമല്ലേ, എത്ര കഠിനമല്ലേ സ്തോത്രം. ഇവിടെ ആഡംബര ജീവിതം നയിച്ചവനാ, ധൂമ്രവസ്ത്രം പട്ടും ധരിച്ച് നടന്നവനാ. അല്ലേരിയ മരണത്തിന് ശേഷം വലിയ ശവസംസ്കാര ശുശ്രൂഷയൊക്കെ കിട്ടിക്കാണും. അല്ലേരിയ എന്നെ കേൾക്കുന്ന ശ്രോതാവി, നീ മരിച്ചു കഴിഞ്ഞ് എത്ര വലിയ ശവസംസ്കാര ശുശ്രൂഷ കിട്ടിയാലും, കോടിക്കണക്കിന് ജനത്തിന്റെ ശവസംസ്കാര ശുശ്രൂഷ വന്നാലും നീ രക്ഷ പ്രാപിച്ചിട്ടില്ലെങ്കിൽ നിന്റെ അവസാന യാതന സ്ഥലമാണ്. ഏത് ജാതിയിൽപ്പെട്ടവനും ഏത് മതത്തിൽപ്പെട്ടവനും ഏത് രാജ്യത്തിൽപ്പെട്ടവനായിരുന്നാലും. അല്ലേരിയ സ്തോത്രം. അതുകൊണ്ട് ഇവിടെ വെച്ച് നീ രക്ഷ പ്രാപിച്ചോണം. നിങ്ങൾ രക്ഷകരെ മറന്ന് ജീവിച്ച് നിങ്ങൾ എത്ര കാലം മുന്നോട്ട് പോകും? ഈ ലോകത്തിൽ ഒറ്റ രക്ഷകനെയുള്ളൂ, യേശുക്രിസ്തു മാത്രം. പല രക്ഷകന്മാരില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 4:12 പറഞ്ഞത്, മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അങ്ങനൊരു നാമം ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് വിളിച്ചു പറയാൻ രക്തം ചെയ്യാൻ. എന്നെ കേൾക്കുന്ന ധനവാന്മാരെ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നത്, നിന്നോട് ബുദ്ധി ഉപദേശിക്കുന്നത്, നിന്റെ ധനം കൊണ്ട് നീ ഇവിടെ പുഴുവരിച്ച് ദ്രവിച്ചു പോകരുത്. ധനത്തിൽ പ്രശംസിച്ച് നിന്റെ ജീവിതത്തെ തകർത്ത് കളയരുത്. നിനക്കൊരു നിത്യതയുണ്ട്. ആ നിത്യത നീ ദൈവരാജ്യത്തിൽ എത്തണമെങ്കിൽ, ദൈവരാജ്യത്തിൽ വിശുദ്ധന്മാരോട്, കെരൂബുകൾ സാറാബുകളോട് കൂടി പിതാവ് പുത്ര പരിശുദ്ധന്മാവ് സാന്നിധ്യമുള്ള സ്വർഗത്തിൽ നീ സന്തോഷിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ഈ ഭൂമി വെച്ച് തന്നെ നീ രക്ഷകനെ കണ്ടെത്തണം. ഹല്ലേലൂയ. ചിലരൊക്കെ ചിന്തിക്കുന്നത് മരിച്ചു കഴിഞ്ഞിട്ട്, ഹല്ലേലൂയ, മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ജീവനോടെ ഇരിക്കുന്നവരുണ്ടല്ലോ, അവര് പിന്നെ മൂന്നാം ദിവസം, പിന്നെ 7-ാം ദിവസവും 8-ാം ദിവസവും, പിന്നെ 14 40 അല്ലെങ്കിൽ വർഷമൊക്കെ ആചരിച്ചാല് ആ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം കിട്ടുമെന്ന.
അങ്ങനെ ഒരിക്കലും പാപപരിഹാരമില്ല. മരിച്ചതിനോടുകൂടി ആ മനുഷ്യന്റെ അവസ്ഥ ഈ ഭൂമിയിൽ കഴിഞ്ഞു. ജീവനോടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപിയാണെന്ന് ബോധ്യം വന്ന് പാപത്തിന് മോചനം പ്രാപിച്ച് രക്ഷ പ്രാപിക്കുക എന്നുള്ള ജീവനോടെ ഇരിക്കുമ്പോൾ നാം ഓരോരുത്തരും സുബോധത്തിന്റെ ആത്മാവിൽ ചെയ്യേണ്ടതാണ്. അല്ലേ? മറ്റൊരാളിൽ നമ്മൾ കേൾക്കുമ്പോൾ, നമ്മുടെ തെറ്റുകൾ മനസ്സിലാകുമ്പോൾ, അവയെക്കുറിച്ച് നാം ബോധ്യപ്പെടുമ്പോൾ നാം അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ തയ്യാറാകണം. മരണാനന്തരം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞ മരിച്ചതിന് ശേഷം വലിയ ശവസംസ്കാര ശുശ്രൂഷ കിട്ടിയേക്കാം. ചില ആളുകളൊക്കെ മരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ വലിയ ഫ്ലെക്സി കാലഘട്ടത്തിൽ അടിച്ചു വെക്കുക. എന്താ? ഞാൻ നല്ല പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറഞ്ഞ ആ ശ്രേഷ്ഠമേറിയ വചനം പലരുടെയും വീടിന്റെ പടിക്കൽ ഈ ഫ്ലെക്സിൽ വെച്ചിരിക്കുന്ന കാണാം. മരണ വീട്ടില്ല. ആ മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് പഠിച്ചാൽ ഇവിടെ കള്ളുഷാപ്പിലും ബാറിലും ബീവറേജിലുമായിരുന്നു, നാട്ടിൽ പ്രശ്നക്കാരനായിരുന്നു, തല്ലുകാരനായിരുന്നു, ചീത്ത വിളിക്കുന്നവന്, വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നവനായിരുന്നു. അങ്ങനെ ആർക്കും വേണ്ട നിയമത്തിന്റെ ഗുരുക്കിൽ സകലത്തിന് വെല്ലുവിളിച്ച് പൊതുമുതൽ അടിച്ച് തകർത്ത് രാഷ്ട്രീയത്തിന് വേണ്ടി നടന്ന് അല്ലെങ്കിൽ എല്ലാ അക്രമം കാണിച്ചിട്ട് ആ മനുഷ്യൻ സകല ദുഷ്ടതയ്ക്കും വിധേയപ്പെട്ടിട്ട് ആ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ എഴുതി വെക്കുക, നല്ല ഒരു തോട്ടം തികച്ച് വിശ്വാസം കാത്ത് നേരെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എന്നാൽ ഭൂമിയെ വെച്ച് ഭാര്യ അടിച്ചിറക്കി വിട്ടി, ഭാര്യ ഡിവോഴ്സ് ചെയ്തു, അല്ലെങ്കിൽ മക്കളെ ഇറക്കി വിട്ടു, മക്കളെ വീതം കൊടുത്തില്ല, കല്ലുകുടിച്ച് ഇഷ്ടം പോലെ ധൂപ്രവസം പട്ടും ധരിച്ച് സുഖരൂപനായി 5 പവന്റെ 6 പവന്റെ 7 പവന്റെ ഒക്കെ മാല കയ്യിലിട്ട് കൈച്ചെയും കെട്ടി കയ്യെ മോതിരമൊക്കെ ഇട്ട് കൈവളയൊക്കെ ഇട്ട് ഉല്ലസിച്ച് പുളച്ചു നടന്നു. അല്ലെങ്കിൽ ചിലര് എണ്ണങ്ങൾ പറഞ്ഞ കഴുത്ത് നിറച്ചു വാരിയിട്ട് കയ്യിലും കാലിന്റെ പെരുവിരലിലും നഖത്തിലും മൂക്കിലും ചെവിയിലുമെല്ലാം തുളകിട്ടതെല്ലാം വാരി കയറ്റി നടന്നു. ഹല്ലേലൂയ. മനുഷ്യന്റെ മുമ്പിൽ പ്രകടമാക്കാൻ, അല്ലെങ്കിൽ മനുഷ്യന് പേരെടുത്താൻ, ഇവിടുത്തെ സാത്താന്റെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങിക്കൊടുത്ത് അവസാന സഹോദര നിനക്കൊരു മരണമുണ്ട്, മരണാനന്തരം നീ എവിടെ എത്തും? ഈ ഭൂമി നീ ധനവാനായ മനുഷ്യനെ പോലെ പുളച്ചു മതിച്ച് നടന്ന അവസാനം നീ യാതന സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ കിടന്ന് നിലവിളിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും തരുവാൻ നിനക്കാരും കാണുകയില്ലെന്നുള്ള സത്യം ഈ ധനവാനും ലാസറുമാരുടെ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. രക്തം ചെയ്യും. പ്രൈസലോ. നീ മാനസാന്തരപ്പെടണം. പ്രൈസലോ. ഇവിടെ ദൈവത്തിന്റെ വചനത്തിനാണ് പ്രാധാന്യം കേട്ടോ. ഈ ലോകത്തിൽ വചനത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് ഇവിടെ ആലോചിച്ച് നമ്മൾ വായിക്കേണ്ടത്, എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ പിതാവേ, നിന്റെ ജീവിതത്തിനകത്ത് ദൈവം നിനക്ക് തന്നിരിക്കുന്ന സമയത്തെ നീ വ്യർത്ഥമാക്കി കളയാതെ, നിന്റെ ജീവിതത്തിനകത്ത് ദൈവം നിനക്ക് തന്നിരിക്കുന്ന അവസരങ്ങളെ നീ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. അതുകൊണ്ടാണ് നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ എബ്രാഹിം ലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നത്, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി കൊണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു. വിശ്വാസത്താണ് നീതിക്ക് അവകാശിയായി തീർന്നു. നോഹയുടെ കാലഘട്ടത്തിൽ മനുഷ്യൻ വളരെ വീരന്മാരും ശൂരന്മാരും പരാക്രമശാലികളും ഇന്നത്തെക്കാൾ വലിയ ദുഷ്ടന്മാരുമായിരുന്നു. അന്നത്തെ ജനത്തിന്റെ അകൃത്യം മുഴുവൻ ദൈവത്തിന്റെ അരികിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ദൈവം ഭൂമിയിൽ ന്യായം വിധിക്കുവാൻ തയ്യാറായി. നോഹയോട് പറഞ്ഞു, നീ നിന്റെ കുടുംബത്തിനും രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം പണിയണം. ഹല്ലേലൂയ. എന്നിട്ട് നോഹ 120 വർഷം വചനം പ്രസംഗിച്ചിട്ട് ഒരുത്തൻ പോലും മാനസാന്തരപ്പെട്ടില്ല. അവസാനം പെട്ടകത്തിന്റെ പണി തീർന്നപ്പോൾ എന്ത് ചെയ്തു? നോഹയുടെ ഭാര്യയും മക്കളും 3 മരുമക്കളും 3 അങ്ങനെ 8 പേര് പെട്ടകത്തിൽ കയറി. ഹല്ലേലൂയ. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് ഭൂമിയുടെ ഉറവളം തുറന്ന് മഴ പെയ്തു, വെള്ളം പൊങ്ങി, പെട്ടകം വെള്ളത്തിന് മുകളിൽ ഒഴുകാൻ തുടങ്ങി. അന്ന് നോഹയെ കളിയാക്കിയവനെല്ലാം വെള്ളത്തിൽ പെട്ടുപോയി. പെട്ടകത്തിന്റെ പണി തീർന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദൈവം പെട്ടകത്തിന്റെ വാതിലടച്ചു. യഹോവയായ ദൈവം പെട്ടകത്തിന്റെ വാതിലടച്ചു. യഹോവയായി ദൈവം പെട്ടകത്തിന്റെ വാതിൽ അടച്ചതുകൊണ്ട് നോഹയ്ക്ക് തുറക്കാൻ കഴിയില്ല. കാരണം പുറത്തുനിന്ന് അനവധി ആളുകൾ നിലവിളിക്കും, നോഹയെ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി, അന്ന് നീ പറഞ്ഞത് ഞങ്ങൾ കേട്ടില്ല, അനുസരിച്ചില്ല. ഇപ്പോൾ ന്യായവിധി വന്ന് ഞങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങി താഴിയ വെള്ളം കുടിച്ച് മരിക്കുക, ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെടൻ രക്ഷപ്പെടുത്തണം, ഈ പെട്ടകത്തിന്റെ വാതിൽ ഞാൻ ഒന്നുകൂടെ തുറന്ന് നീ പറയുന്നത് ഞങ്ങൾ കേൾക്കാം എന്നും പുറത്തു നിന്നുള്ള നിലവിളി ഉയരുമ്പോൾ ഒരുപക്ഷെ നോഹ മനുഷ്യനുള്ള നിലയ്ക്ക് ഈ പെട്ടകത്തിന്റെ വാതിൽ തുറന്നാലോ?
അത് ദൈവത്തിനറിയാം. അതുകൊണ്ട് എന്ത് ചെയ്തു? നോഹയ്ക്ക് തുറക്കുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവം പെട്ടകത്തിന്റെ വാതിലടച്ചു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇവിടെ ഞങ്ങൾ വിളിച്ചു പറയുന്ന സുവിശേഷമുണ്ടല്ലോ, നിനക്കും നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാ. ഈ രക്ഷയുടെ സന്ദേശം, രക്ഷയുടെ വാതിൽ ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ നീ അത് കേട്ടിട്ട് നീ എന്നെ തെറ്റി ഒഴിഞ്ഞു പോയാൽ, നോഹയുടെ കാലഘട്ടത്തിൽ ന്യായവിധി എന്ന പോലെ നിന്റെ കുടുംബത്തിന് പേര് ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം വെളിപ്പെടുമ്പോൾ നിനക്കതിൽ രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ നോഹയുടെ പെട്ടകം മുഖാന്തരം വരുന്ന രക്ഷയെക്കുറിച്ച് 120 സംവത്സരം പ്രസംഗിച്ച നോഹ. ആ 120 സംവത്സരം രക്ഷ അധികം അടുത്തിരുന്നു. ആ നോഹ 120 വർഷം സംസാരിച്ചപ്പോഴും ആ രക്ഷയെന്ന് പറയുന്ന അവിടെ ഉണ്ടായത് ജനത്തിന് അധികം അടുത്തിരുന്നു. അല്ലെങ്കിൽ എന്നാൽ പെട്ടെന്ന് ആ പെട്ടകത്തിന്റെ വാതിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ആ രക്ഷ അന്നുണ്ടായിരുന്ന ജനത്തിൽ നിന്ന് ദൂരത്തായി പോയി. പെട്ടകത്തിന്റെ പണി തീർന്നു. 120 വർഷം രക്ഷ അടുത്തിരുന്നെന്ന്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിനക്ക് 120 വയസ്സ് വരെ ജീവിക്കാൻ ഈ അവസരം ഭൂമി തന്ന ദൈവത്തിന്റെ വചനത്തിന്റെ കാതുകൾ കേട്ടിട്ട് ഈ 120 വർഷത്തിനിടയ്ക്ക് ഇന്നും നീ ദൈവവചനം കേട്ടിട്ടില്ലെങ്കിൽ ഈ പെട്ടകം ഈ കൃപായുഗം, ഈ സഭയുടെ കാലഘട്ടം, സഭായുഗം അവസാനിക്കാൻ പോകുകയാണ്. ദൈവരാജ്യത്തിന്റെ വാതിൽ നിനക്ക് മുമ്പിൽ തുറന്നു വെച്ചിരിക്കുക. അത് നീ അടച്ചു കളയരുത്. ഈ 120 വർഷം ദൈവത്തിന് വചനം കേട്ടിട്ട് ഇന്നും മാനസാന്തരപ്പെടാത്തവരുണ്ടെങ്കിൽ ഈ കൃപയുടെ വാതിൽ, ഈ രക്ഷയുടെ വാതിൽ, ഈ സഭയുടെ വാതിൽ അടയാൻ പോകുന്നു. രക്ഷകൻ നിനക്ക് രക്ഷ നിന്നോട് അടുത്തിരിക്കുക. അത് നീ തള്ളിക്കളഞ്ഞാൽ ഹല്ലേലൂയ, നിന്റെ ജീവിതാന്ത്യം നരകമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ അന്നുണ്ടായിരുന്ന ജനത്തില്ല എന്ത് ചെയ്തു? രക്ഷ ദൂരത്തായി. മഴ പെയ്തു, ഹല്ലേലൂയ, മഴ പെയ്തു, ജലനിരപ്പ് ഉയർന്നു. ജനങ്ങൾ വെള്ളപ്പൊക്കം മൂലം നശിക്കേണ്ടി വന്ന അവസ്ഥ എത്ര ഭയാനകം! ഹല്ലേലൂയ. അവർ നോഹയുടെ പെട്ടകത്തെ നോക്കി നോഹയോട് യാചിച്ചിരിക്കും. വാതിൽ ഉറക്കെ തട്ടിയിരിക്കും. പക്ഷേ അവർക്ക് രക്ഷ ദൂരെയായി. പലരും ഈ വെള്ളം പൊങ്ങി തുടങ്ങിയപ്പം, പെട്ടകം ഒഴുകി തുടങ്ങിയപ്പോൾ ഓടിച്ചെന്ന് പലരും ഹല്ലേലൂയ ഈ പെട്ടകത്തെ ആഞ്ഞടിച്ചു കാണും. പെട്ടകത്തിന്റെ വാതിൽ തട്ടി വിളിച്ചു കാണും, നോഹിയേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾക്കൊരു വിടുതൽ, ഞങ്ങൾക്ക് ഈ പെട്ടകത്തിനൊരു രക്ഷ നൽകണമേ. അന്നത്തെ കാലഘട്ടത്തെ വിളിച്ചു കാണും. പക്ഷേ അവർ വിളിച്ചു പറയുന്തോറും വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്ന പെട്ടകം അവരിൽ നിന്ന് അകലുവാൻ തുടങ്ങി, ഒഴുകുവാൻ തുടങ്ങി. അങ്ങനെ അന്നത്തെ കാലത്ത് സകല ജനവും വെള്ളത്തിൽ മുങ്ങിപ്പോയി. അത് ഈ കാലഘട്ടത്തിൽ ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഉൾപ്പൊട്ടകളും നാശനഷ്ടങ്ങളും വെള്ളപ്പൊക്കങ്ങളും സുനാമികളും കൊടുങ്കാറ്റും അഗ്നിവഴിയും വലിയ പർവ്വതം പൊട്ടുകലും യുദ്ധങ്ങളും ക്ഷാമങ്ങളും സുനാമികളൊക്കെ ഉണ്ടാകുമ്പോൾ ഓർത്തോണം, നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവം നിനക്ക് അവസരം തരുന്ന ഓരോന്നിന്റെ കൺമുമ്പിൽ വെളിപ്പെടുത്തുമ്പോൾ ഇന്നും നീ അതിനെ ഗണ്യമാക്കാതെ കടന്നുപോയാൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നീയും നിന്റെ പണവും ഇവിടെ തന്നെ ലഭിച്ചു പോകും. ചിലർക്ക് പണം ഉണ്ടാക്കണം. ഏതെല്ലാം വിധത്തിലായാലും തട്ടി മുട്ടി വെട്ടി പിടിച്ചും പറിച്ചും മോഷ്ടിച്ചും കളവ് പറഞ്ഞും മറ്റുള്ളവന്റെ നന്മ പിടിച്ചു വാങ്ങി കോടീശ്വര പദവി ജീവിക്കണം, ആഡംബര കാറിലൊക്കെ ജീവിക്കണമെന്നുള്ളതാണ്. അല്ലേ? ഞാൻ ഇവിടെ ഇന്നത്തെ കാലത്ത് കോടീശ്വരന്മാര് വലിയ മെഴ്സിഡസ് കാറിലും ബെൻസ് കാറില്, പിന്നെ BMW ഒക്കെ ഒക്കെ നടക്കുന്നുണ്ട്. ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. പക്ഷേ നീ ചിന്തിക്കണം, ഇവിടുത്തെ BMW ആണെന്ന് തോന്നുന്നില്ല, എനിക്ക് പേരെന്ന് പറയുന്നില്ല, BMW, പിന്നെ ഈ മെഴ്സിഡസ് ഈ ബെൻസ് കാറും അതുപോലെ കോടിക്കണക്കിന് വിലയുള്ള കാറിൽ നീ നടന്നാലും ദൈവമക്കളോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസിയെ, നിന്റെ ചുറ്റുവട്ടത്ത്, നിന്റെ അയൽവാസികൾ, നിന്റെ സഭയില് അനവധി ആളുകൾ കയറിക്കിടക്കാൻ വീടില്ലാതെ കയറിക്കിടക്കാൻ ഒരുത്തുണ്ട്, ഭൂമിയില്ലാതെ, അവർക്ക് ചികിത്സിക്കാൻ മാർഗമില്ലാതെ അവർ കഷ്ടത അനുഭവിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സഭയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരടക്കമുള്ള പ്രവർത്തനം ഈ മേഴ്സിഡസ് കാറിലും BMW അടക്കമുള്ള ഉന്നതമായ കോടികൾ വിലയുള്ള കാറിൽ യാത്ര ചെയ്ത് അവസാന ന്യായം വിധിക്കുമ്പോൾ നീ പോകുന്നത് ഈ ധനവാൻ കിടക്കുന്ന സ്ഥലത്തായിരിക്കും. നിന്റെ സഭയിലെ ജനത്തെ കരുതാതെ, അവർക്ക് വേണ്ടി നന്മ ചെയ്യാതെ നീ പോകരുത് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. എനിക്കങ്ങനെ ഒരുപാട് പേരെ അറിയാം കേട്ടോ. ഹല്ലേലൂയ, ഒരുപാട് പേരെ. സ്തോത്രം. ഒരുപാട് ആളുകളെ പണം കൊണ്ട് ഇവിടെ വന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരറിയാം. ഹല്ലേലൂയ. ഇപ്പൊ അമേരിക്കയിൽ തന്നെ ചില കുടുംബങ്ങളെ അറിയാം. എനിക്ക് നാട്ടിൽ അവരെ നല്ല പരിചയമാണ്.
ലിറിയ സ്തോത്രം. നാട്ടി വരുമ്പോൾ നമ്മളെയൊന്നും കണ്ടാൽ മൈൻഡ് ചെയ്യത്തില്ല, അല്ലയോ? അവർ വരുന്നത് അറിയത്തില്ല. പോകുന്ന എന്ന് പറയും, പാസ്റ്റർ ഞങ്ങൾ വന്നിരുന്നു പോകുക എന്ന് പറയാൻ വരുമ്പോൾ അറിയിച്ചാൽ നമ്മൾ എന്നാ നിങ്ങൾ പോകുന്നു ചോദിക്കത്തില്ലേ? അന്നപ്പോൾ പോകാൻ നേരം പറയും. എന്നിട്ട് ഇവിടെ വന്നിട്ട് അടിച്ചു പൊളിച്ചു പോകും. അമ്മ ലക്ഷങ്ങൾ ചെലവഴിച്ചു പോവുകയാ. എന്നെ കേൾക്കുന്ന സഹോദരി, നിന്റെ അന്ത്യം നീ യാത്ര സ്ഥലത്തായിരിക്കും. സഹോദര, നീ ഇവിടെ വന്ന് അടിച്ചു പൊളിച്ചിട്ട് അല്ലേറിയ സാധുക്കളായിരിക്കുന്ന ജനത്തെ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ നീ അടിച്ചു പൊളിച്ച് നിന്റെ ജീവിതം ധനവാൻ കിടക്കുന്ന സ്ഥലത്തായിരിക്കും. പ്രൈസലോ. അപ്പൊ ഇവിടെ നോഹയ്ക്കും നോഹയുടെ കുടുംബത്തിനും രക്ഷ ലഭിച്ചു. അല്ലേറിയ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചെന്ന്. അല്ലേറിയ സ്തോത്രം. ഞാൻ ഒരിക്കൽ അല്ലേറിയ സ്തോത്രം, ഞാനും എൻ്റെ ഭാര്യയെ ഞങ്ങൾ ഒന്നിച്ച ഒരു വലിയ കോടീശ്വരന്റെ എൻ്റെ വീട്ടിൽ ഞങ്ങൾ പ്രാർത്ഥന നടത്തി. കാരണം ആ സ്ഥലം വിറ്റു പോകുന്നില്ല, അവരുടെ വീട് വിറ്റു പോകുന്നില്ല. അവസാനം ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ ആ സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു. ഒരുപാട് മീറ്റിങ്ങുകൾ നടത്തി. ഹല്ലേലൂയ. ആമേൻ. ദൈവദാസന്മാരെ വിളിച്ചുകൊണ്ടുപോയി പ്രാർത്ഥിച്ചു. അനവധി പ്രവാചകന്മാർ പറഞ്ഞവിടെ കൂടോത്രമുണ്ട്, അവിടെ പുളിയുടെ ചുവട്ടിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. ഞാനും വേറെ ദൈവദാസന്മാരും പോയി പല പ്രാവശ്യം മാന്തിയിട്ട് ഒന്നും കിട്ടിയില്ല. ഈ ദൈവദാസന്മാരും ഇവരോട് പറഞ്ഞു അവിടെ മന്ത്രവാദം കൂടോത്രം കുഴിച്ചു. ഞാൻ പറഞ്ഞു അവരെ വിട്ട് എടുപ്പിക്കുക. പക്ഷെ അവർക്ക് എടുക്കാൻ അറിയത്തില്ല. അവർക്ക് പറയാനറിയാം, പോക്കറ്റിൽ കിടക്കുന്ന പൈസ അടിച്ചു മാറ്റാൻ അറിയാം. പക്ഷെ ഇത് എവിടെയാ കിടക്കുന്ന അവർക്കും അറിയത്തില്ല. പിന്നെ ഊഹാപോക്കം വിളിച്ചു പറയുന്നേ. അങ്ങനെ ഞങ്ങൾ ഒരു സെന്റ് ഭൂമി പോലുമില്ലാതെ, ഒരു സെന്റ് ഭൂമി പോലും, ഒരു വീട് പോലുമില്ലാത്ത അനവധി സഹോദരിമാരെ ഞങ്ങൾ വിളിച്ച് അവരോടൊപ്പം ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു. വർഷങ്ങൾ മീറ്റിംഗ് നടത്തി. അല്ലേറിയ. അങ്ങനെ അവരുടെ സ്ഥലം വിറ്റ് കേട്ടോ, 4.25 കോടി രൂപയ്ക്ക് അല്ലേറിയ വീട്. പിന്നീട് 10.25 ഏക്കർ സ്ഥലം വിറ്റ് കഴിഞ്ഞവർ അവര് പോകുന്ന അന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ വന്നായിരുന്നു കേട്ടോ, ഞങ്ങൾ വന്ന് വീടൊക്കെ വിറ്റു, സ്ഥലമൊക്കെ വിറ്റു, ഇന്ന് ഞങ്ങൾ പോവുകയാണ്. അല്ലേരി. ഓർത്ത് നോക്കി, എത്രയോ കാലം ഒരു തുണ്ട് ഭൂമിയില്ലാത്ത ഒത്തിരി ദൈവമക്കൾ കൂടോത്രമുണ്ടെന്ന് പറഞ്ഞാൽ അത് പിറക്കാൻ ഞാൻ എത്രയോ ദൈവദാസന്മാരെ കൊണ്ട് പ്രാർത്ഥിച്ച് അവർക്കൊരു 4 സെന്റ് സ്ഥലം വെച്ച് കൊടുത്തിരുന്നെങ്കിൽ അവർ വീട് വെച്ച് താമസിക്കത്തില്ലായിരുന്നു. അല്ലേലിയ. എന്നിട്ട് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഈ വീട് വിൽക്കട്ട്, നിങ്ങൾക്കൊരു വീട് വെക്കാൻ സ്ഥലം തരാം. അത് കഴിഞ്ഞപ്പോൾ വീട് വിറ്റ് കഴിഞ്ഞ് കിട്ടാതെ വന്നപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട്, നീ ഒരു പൊട്ടിയ അയ്യോ പറയുന്നത് പറഞ്ഞു. അവരൊന്നും നിനക്കൊന്നും ചെയ്യത്തില്ല, അല്ല സ്ഥലം വിൽക്കുമ്പോൾ തരും. ഞാൻ പറഞ്ഞു, നീ കണ്ടോണം. എന്തായാലും എൻ്റെ വൈഫ് അനുഭവം മരിച്ചു, സ്ഥലവും വിറ്റു. സ്ഥലം വിറ്റ് കഴിഞ്ഞപ്പോഴേ അവർ പറഞ്ഞു, ഞങ്ങളെല്ലാം വിറ്റ് പോവാ. ഇവിടെ വന്ന് കോടിക്കണക്കിന് രൂപയുടെ മുതൽ നിനക്ക് വിൽക്കാൻ കഴിയാതെ കഴിഞ്ഞപ്പോൾ അത് പ്രാർത്ഥിച്ചാൽ വിൽപ്പന നടന്ന് കിട്ടിയ പൈസ കൊണ്ട് നീ വിദേശത്തെത്തേക്ക്. അല്ലേലിയ. സ്തോത്രം. നിന്റെ ഭവനത്തിനകത്ത് നിന്ന് പ്രാർത്ഥിച്ച ദൈവമക്കൾ കണ്ണീരുണ്ടല്ലോ, അതിന് നീ വില കൊടുക്കേണ്ടി വരും കേട്ടോ. അല്ലേലിയ. ദൈവം നിന്നെ ന്യായം വിധിക്കും. അല്ലേലിയ. സ്തോത്രം. നീ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വചനം സഹോദരി നിന്നോടാ. അല്ലേലിയ. ഞാൻ പേര് പറയുന്നില്ല, നിങ്ങൾ ഈ വചനം കേൾക്കും, എനിക്കറിയാം. ഈശ്വരോ, മാനസാന്തരം വേണം. ഭൂമിയിൽ നീ അടിച്ചു പൊളിച്ച് ഈ ധനവാൻ ജീവിച്ചതുപോലെ ജീവിച്ച് അവസാനം നീ യാതൊരു സ്ഥലത്തിലും നിന്റെ നീലവിളി ദൈവം കേൾക്കത്തില്ല. അല്ലേരിയ. സ്തോത്രം. അപ്പൊ ചിലർക്ക് പ്രാർത്ഥിക്കാൻ ദൈവമക്കളും ദൈവദാസന്മാരെയും വേണം. അവിടെ പ്രശ്നങ്ങൾ ഒഴിക്കുവാൻ, അവിടെ ബന്ധനം ഒഴിയുവാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും, പ്രാർത്ഥിക്കാൻ വേണ്ടി അനുഭൂതി ദൈവദാസന്മാരെ ചിലർക്ക് വേണം. പക്ഷെ അവർ കാര്യം നടന്നു കഴിയുമ്പോൾ അവർ പിന്നെ ആ മനുഷ്യനെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. എനിക്കതിനകത്തൊക്കെ ഏറ്റവും വലിയ രസവും പറഞ്ഞ സന്തോഷം. എനിക്കൊന്നും കിട്ടാനിട്ടൊന്നുമല്ല കേട്ടോ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. അങ്ങനെ വ്യാഗ്രഹവും അത്യാഗ്രഹവും എനിക്കില്ല. എനിക്കുള്ളത് കൊണ്ട് ഞാൻ കഴിഞ്ഞു പോകുന്ന ആളാണ്. അല്ലേലിയ. പക്ഷെ എൻ്റെ അകത്ത് വലിയ സന്തോഷം എന്ന് പറയുന്നത്, അവരിവിടെ വന്ന് 1 മാസം 1.5 മാസമൊക്കെ അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് വരിപ്പോന്നും പറഞ്ഞില്ല. പോകുന്ന ദിവസം പറയും, ഇന്ന് ഞാൻ പോവുകയാണ്. ഓർത്ത് നോക്കി. അല്ലേലിയ. നമ്മളിവിടെ ചോദിക്കാൻ ചുരുവൊന്നും കണ്ടായിരിക്കും. ഒന്നും ചോദിക്കാൻ വരത്തില്ല സൗകര്യം. ദൈവം ഞങ്ങളെ നടത്തും. ഞങ്ങൾക്കൊരു റേഷനരി കിട്ടും. അല്ലേലിയ. അത് സർക്കാർ തരുന്നതാണ്, അതിന് പൈസ ഒന്നും കൊടുക്കണ്ട. അല്ലേലിയ. ഞങ്ങളത് കൊണ്ട് തൃപ്തിപ്പെടും കേട്ടോ. സ്തോത്രം. നിങ്ങൾക്ക് അടിച്ചു പൊളിക്കണ്ട, ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കണ്ട. ഞങ്ങൾ ആ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കുക തിന്ന് ഉപജീവനം കഴിച്ച ആ ദരിദ്രനായ ലാസറിനെ പോലെ ഞങ്ങൾ വളരെ കഷ്ടത്തിലും പ്രയാസത്തിലും ഒക്കെ ഞങ്ങളിവിടെ കഴിഞ്ഞു പോവുകയാണ്. പക്ഷെ ഞങ്ങൾക്കൊരു മരണമുണ്ട്. ഞങ്ങളുടെ മരണാനന്തരം ലാസർ അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് പോയതുപോലെ ഞങ്ങളുടെ രക്ഷ പ്രാപിച്ച് ഞങ്ങൾ രക്ഷയ്ക്കകത്ത് നിൽക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ മരണാനന്തരം ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് ചെല്ലും. പ്രൈസ് ദി ലോർഡ്. ലേരിയ. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം കേട്ടോ. രക്തം ചെയ്യും. ഇവിടെ ദൈവത്തിന്റെ ഫലം വാങ്ങിക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എപ്പോൾ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല.
എപ്പോഴാണ് ക്രിസ്തുവിന്റെ പ്രത്യക്ഷത ഉണ്ടാകും നമുക്കറിയില്ല. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ അന്ത്യം എപ്പോൾ ഉണ്ടാകുമെന്ന് നമുക്കറിയത്തില്ല. കർത്താവ് യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിനെ കുറിച്ച് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല. യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് ഏത് സമയമെന്ന് പ്രവചിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യന്റെ മരണത്തിന്റെ അന്ത്യം എപ്പോഴും നമുക്ക് മനസ്സിൽ പ്രവചിക്കാൻ കഴിയത്തില്ല. ഇത് രണ്ടും പൊടുന്നനെ പെട്ടെന്ന് വരുന്നതാണ്. മരണവും പെട്ടെന്ന് വരും, കർത്താവിന്റെ വരവും പെട്ടെന്നായിരിക്കും. അതുകൊണ്ടല്ലേ എന്നെ കേൾക്കുന്ന ഇന്ന് രക്ഷ നിന്നോട് അടുത്തിരിക്കുമ്പോൾ, രക്ഷ അടുത്തിരിക്കുമ്പോൾ, അധികം അടുത്തിരിക്കുമ്പോൾ രക്ഷ പ്രാപിച്ചോണം. വല്ലേരിയ രക്ഷ സമീപിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ നീ രക്ഷ പ്രാപിക്കണം. വല്ലേരിയ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അതിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? വല്ലേരിയ പൗലോസ് അതിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? എബ്രായ ലേഖനം അല്ലെങ്കിൽ സ്തോത്രം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പൗലോസ് പറയുകയാണ്. എബ്രായ 2-ാം അധ്യായം അല്ലെങ്കിൽ സ്തോത്രം അതിന്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. സ്തോത്രം വല്ലേരിയ സ്തോത്രം കേട്ടവർ നമുക്ക് ഉറപ്പിച്ച് തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തൊറ്റി ഒഴിയുമെന്നാണ്. അല്ലേ? കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ, അതിനെ നമ്മൾ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയുമല്ലേരിയ എന്ന് പറയും. ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എന്ന് പറഞ്ഞാൽ പഴയ നിയമ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനമാണെങ്കിൽ പുതിയ നിയമം കർത്താവ് നേരിട്ട് അരുളി ചെയ്ത വചനമാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവിന്റെ ശുശ്രൂഷയുടെ ഒരു ഭാഗമായിരുന്നു. അല്ലേ? സ്തോത്രം ഭാഗമായിരുന്നു. ഒരു ദൈവിക സത്യം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അത്ഭുതം നടക്കുന്നത്. പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും അതിൽ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും വാഗ്ദത്തങ്ങളും നൽകിക്കൊണ്ടും രക്ഷയെ നൽകിക്കൊണ്ടുമാണ് ദൈവവചനം നമുക്ക് ഉറപ്പിച്ചു തരുന്നത്. ആ ഉറപ്പിച്ച രക്ഷയുടെ വചനത്തെ നാം ഗണ്യമാക്കാതെ പോയാൽ, അല്ലേരിയ എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, കഴിഞ്ഞ കാലങ്ങളായിട്ട് ദൈവത്തിന്റെ വചനമായി നിന്റെ ഭവനത്തിനകത്ത് എത്രയോ ദൈവത്തിന്റെ ദാസിദാസന്മാർ കടന്നു വന്നു. നീ കടന്നുപോയ ദേശങ്ങൾ, പട്ടണത്തിന്റെ കൂടുതൽ തിരുക്കൂടും ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് അനവധി ദൈവത്തിന്റെ ദാസിദാസന്മാർ ഇത്ര വലിയ രക്ഷയെ കുറിച്ച് വിളിച്ചു പറഞ്ഞു. അല്ലേരിയ ഈ രക്ഷയെ നീ കേട്ടിട്ടും അതിനെ ഗണ്യമാക്കാതെ പോയാൽ ദൈവത്തിന്റെ ന്യായവിധിയിൽ നിനക്ക് തെറ്റി ഒഴിയുവാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ 2 കൊരിന്ത്യർ ലേഖനം 5:10 പറഞ്ഞു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണെങ്കിലും തീയതായാലും എന്തൊക്കെ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും അവന്റെ ന്യായാസനത്തിന്റെ അഥവാ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു പൗലോസ് അടക്കം പറയുക. അവരുടെ മാതാപിതാവേ, ഇവിടെ റോമാലേഖനത്തിൽ പൗലോസ് പറയാ, രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. അതിനെ നീ തെറ്റി ഒഴിഞ്ഞു പോകരുത്. നിന്റെ കാതുകളിൽ കേൾക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് നീ ചെവി കൊടുത്തുകൊണ്ട് നിന്റെ പാപത്തിന്റെ പ്രവൃത്തികളെ നീ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് നീ ദൈവത്തിലേക്ക് മടങ്ങി വന്ന് രക്ഷകനെ നീ ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ ഒരു മതങ്ങളും രക്ഷതരത്തിൽ ഞാൻ ആദ്യം പറഞ്ഞു. അല്ലേരിയ ഞാനൊരു ദൈവസ്വാമിയുടെ ശുശ്രൂഷകൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് രക്ഷ കൊടുക്കാൻ ആർക്കും രക്ഷ കൊടുക്കാൻ കഴിയത്തില്ല. എന്നോട് ഒരാൾ എന്റെ പാസ്റ്റർ എനിക്ക് രക്ഷ വേണമെന്ന് പറഞ്ഞാൽ എനിക്കൊരിക്കലും രക്ഷ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അവർക്ക് രക്ഷ കൊടുക്കാനുള്ള അധികാരം എനിക്കില്ല. പിന്നെ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? രക്ഷയുടെ ഉറവിടമായിരിക്കുന്ന, രക്ഷകന്റെ നാഥനായിരിക്കുന്ന, രക്ഷയുടെ ഉടമസ്ഥനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആ രക്ഷയെക്കുറിച്ച്, യേശുവിനെ കുറിച്ച്, രക്ഷകനെ കുറിച്ച് എനിക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവരാ രക്ഷകനെ കുറിച്ച് കേൾക്കുമ്പോൾ രക്ഷ നൽകുന്ന യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് രക്ഷിതാവായി സ്വീകരിച്ച് ദൈവത്തിന്റെ കൽപ്പന പ്രമാണം അനുസരിച്ച് നിന്നാൽ രക്ഷ നിനക്ക് കിട്ടും. അല്ലാതെ മതങ്ങൾക്കൊന്നും രക്ഷ തരാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ മത നേതാക്കന്മാർക്ക് തരാൻ പറ്റത്തില്ല. രക്ഷ യേശുവിൻ്റെതാണ്. രക്തം ചെയ്യും. അവിടെ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഈ ലോകത്ത് നീ അടിച്ചു പൊളിച്ച് ജീവിച്ച് നീ തകർന്നു പോകാതെ നീ മടങ്ങി വന്ന് മാനസാന്തരപ്പെടണം. രക്തം ചെയ്യും. അപ്പൊ നമുക്ക് യേശുക്രിസ്തുവായിട്ടുള്ള അഭേദ്യമായ ബന്ധമുണ്ടാകണം. അല്ലൊരു ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, അല്ലുയ്യ കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നു എന്ന് പറയുന്നത് അല്ലുയ്യ പറയുന്നത് 2-ാം തലമുറയിൽ പെട്ടവരെ ഉദ്ദേശിച്ചതാണ്. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്ന 2-ാം തലമുറയിൽ പെട്ടവരെയാണെന്നാണ് ചരിത്രം പറയുന്നത്. എന്ന് പറഞ്ഞാൽ കാമിസ്തോത്രം 4 കാരണങ്ങളാലാണ് ഈ വലിയ രക്ഷയെ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 4 വിധ കാരണങ്ങളാണ് ഈ രക്ഷയെ, ഇത്ര വലിയ രക്ഷയെ കുറിച്ച് പറയുന്നത്.
എന്താണ് 4 വിധ കാരണങ്ങൾ പറയുന്നത്? അല്ലെങ്കിൽ അതിലൊന്നാമത്തെ കാര്യം എന്നത്, ഒന്ന് ദൈവം സാക്ഷി നിന്നതുകൊണ്ട്, 2 കേട്ടവർ ഉറപ്പിച്ചു തന്നതിനാൽ, 3 1 അതിന്റെ ഉത്ഭവം കർത്താവിൽ നിന്നായതിനാൽ, 2 ദൈവവചനം സാക്ഷി നിന്നതിനാൽ, 3 അല്ലെങ്കിൽ കേട്ടവർ ഉറപ്പിച്ചു തന്നതിനാൽ, 4 അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ഉറപ്പിച്ചതിനാൽ, 5 പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാൽ സമ്പുഷ്ടമായതിനാൽ, 6 ദൈവത്തിന്റെ ഹല്ലേലൂയ ആമേ ഓമന കുമാരനായി ക്രിസ്തു കാൽവരി ക്രൂശിൽ ബലിയായി അർപ്പിച്ചൊരുക്കിയ കാരണങ്ങളാൽ, ഇങ്ങനെയുള്ള ഹല്ലേലൂയ 6 കാരണങ്ങളാലാണ് ഹല്ലേലൂയ ഈ രക്ഷയെ, ഇത്ര വലിയ രക്ഷയെ നമുക്ക് ഉറപ്പിച്ചു തന്നത്. അപ്പൊ ഇത്ര വലിയ രക്ഷയെ നമുക്ക് ഉറപ്പിച്ചു തരുമെന്ന് പറഞ്ഞാൽ, മനുഷ്യൻ മുഴുവൻ പാപത്തിൽ വീണ് കിടന്ന് പാപത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങി രോഗത്തിനും ശാപത്തിനും ബന്ധനത്തിനും അകപ്പെട്ട് ജീവിച്ച് ദുരിത ദുഃഖങ്ങളിലൂടെ കടന്നുപോയപ്പോൾ പഴയ നിയമ യാഗങ്ങൾ കൊണ്ടും വഴിപാടുകൾ കൊണ്ടും പഴയ നിയമ പ്രാമേയത്തിന് മനുഷ്യന്റെ യാതൊരു പ്രവൃത്തി കൊണ്ടും മനുഷ്യൻ രക്ഷ കിട്ടാതെ വന്നപ്പോഴാണ് പിതാവായി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന ഓമനക്കോനമാനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. യേശുക്രിസ്തുവിന്റെ 33 തിരുവയസ്സുടെ ജീവിതം, താൻ 30-ാം വയസ്സിൽ യോഹന്നാൻ സ്നാനമേറ്റ് യോർദാനിൽ ഹല്ലേലൂയ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. ഹല്ലേലൂയ 40 ദിവസം വിശന്നു പിശാച് പരീക്ഷിച്ച പരീക്ഷകളെല്ലാം ജയിച്ച് അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്ത് ഹല്ലേലൂയ നേരിട്ട് വിടുതൽ കൊടുത്ത് അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥനെങ്കിൽ ഓർത്തണം. യേശുക്കുന്ന ക്രൂശിലെ മരണത്തിലൂടെ നമുക്ക് ലഭിച്ച ഈ ഇത്ര വലിയ രക്ഷയെ നീ ഗണ്യമാക്കാതെ പോയാൽ നിനക്ക് വരാൻ പോകുന്ന ന്യായവിധി ആ ധനവാൻ കിടക്കുന്ന സ്ഥലമായിരിക്കും. എപ്പം ചെയ്യും? അതുകൊണ്ട് ഈ ലോകത്തിൽ ഹല്ലേലൂയ ജീവിക്കുമ്പം യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. പ്രവീശനോ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ പ്രത്യാശയുണ്ട്, അവന് സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്. അതുകൊണ്ട് രക്ഷകനായ കർത്താവിലൂടെ നീ രക്ഷയെ പ്രാപിക്കുവാൻ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. രക്തം ചെയ്യും. പ്രവീശനോ ഇവിടെ രക്ഷയെ കുറിച്ചാണ് പറയുന്നേ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ പറയുന്നേ, നിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട്, നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാ പറയുന്നത്. ഹല്ലേലൂയ കോടിക്കണക്കിന് രൂപ തരാമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. നിന്റെ ബാങ്ക് അക്കൗണ്ട് എന്നോട് അക്കൗണ്ടിലേക്ക് കോടികൾ വരുമെന്നല്ല പറഞ്ഞത്. ഹല്ലേലൂയ ഹല്ലേലൂയ നിന്റെ മക്കൾക്ക് ഉന്നതമായ ജോലി ലഭിക്കുമെന്നും നിനക്ക് വിദേശത്തേക്ക് പോകാൻ പറ്റുമെന്നും ഒന്നും അല്ല ഞാനിവിടെ വിളിച്ചു പറഞ്ഞത്. അങ്ങനെയൊക്കെ പറയാനും എനിക്കറിയാം. പക്ഷേ ഇതൊക്കെ നിനക്ക് വേണമെങ്കിൽ നീ രക്ഷകനെ സ്വീകരിക്കണം. നീ രക്ഷകനെ സ്വീകരിച്ചാൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ നിനക്ക് കിട്ടും. രക്ഷകനെ സ്വീകരിച്ച് നീ രക്ഷയ്ക്കുള്ളിൽ നിന്നാൽ ഈ ഭൂമി നിനക്ക് ജീവിക്കുവാനുള്ള സകല നന്മകളും സകല അനുഗ്രഹങ്ങളും ആകാശത്തിന്റെ ഗിരിവാതികൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നിന്നെ നിറച്ചനുഗ്രഹിക്കുന്ന രക്ഷകൻ നിന്നെ കൈവിട്ട് കളയില്ല. നിന്നെ അനാഥനായി വിടുന്നവനല്ല. നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നൽകുവാൻ യേശുവിന് കഴിയുമെന്ന് രക്തം ചെയ്യും. പ്രൈസറോ അതുകൊണ്ട് രക്ഷയടുത്തിരിക്കുന്നു. ഹല്ലേലൂയ റോമാലേഖനത്തിൽ പൗലോസ് പറയുക, രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ രക്ഷ പ്രാപിച്ചോ? നീ രക്ഷിക്കപ്പെട്ടോ? ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചില ക്രൈസ്തവർ നിങ്ങൾ രക്ഷിക്കപ്പെടും, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്നാ ഒന്ന് പറഞ്ഞേട്ടോ. അതറിയത്തില്ല പറയാൻ. രക്ഷിക്കപ്പെട്ടു ശരിയാ, എന്നാ എങ്ങനെ രക്ഷിക്കപ്പെട്ടത്, എന്താ രക്ഷയുടെ അനുഭവം, അതറിയത്തില്ല. ഈ രക്ഷിക്കപ്പെട്ടോ എന്ന് പറയാൻ, രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന പല വ്യക്തികളെയും വിവരിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ടവരെ പല അല്ലെങ്കിൽ സ്വതന്ത്രം ബാളം ചെന്നാൽ കാണാൻ കഴിയും. ഇനി നമ്മളൊന്നും ബാറിൽ പോകാത്തത് കൊണ്ട്, പണ്ടൊക്കെ പോകുമായിരുന്നു, ഇപ്പം പോകാത്തത് കൊണ്ട് ബീവറേജിന്റെ ഒക്കെ പടിക്കൂടെ വണ്ടി ഓടിക്കേണ്ടി വരും. ബാറിന്റെ ഒക്കെ പടിക്കൂടെ അവിടെ ചെല്ലുമ്പോൾ ഈ രക്ഷപ്പെട്ടു രക്ഷ പ്രാപിച്ചെന്ന് പറയുന്നവരൊക്കെ അവിടെ നിൽക്കുന്നത് കാണാം. എൻ്റെ പടിക്കൽ നിൽക്കുന്നതാണ്. വലിയ സിഗരറ്റൊക്കെ വലിച്ച് പുകയൊക്കെ ഊതി മുകളിലോട്ട് വിട്ട് കൂട്ടുകാരൊക്കെ തോളെ കൈയിട്ട് അല്ലേ. അവർക്ക് രക്ഷ കിട്ടിയത് ബാറിൽ നിന്നാ, അവർക്ക് രക്ഷ കിട്ടി ബീവറേജിൽ നിന്നാ, അവർക്ക് രക്ഷ കിട്ടി കള്ള് ഷാപ്പിൽ നിന്നാ. ഹല്ലേലൂയ അതിന്റെ കെട്ട് വിടുമ്പോ ലഹരി അങ്ങ് വിടുമ്പോ വീണ്ടും പഴയതുപോലെ തന്നെയാണ്. ഹല്ലേലൂയ നായുടെ വാല് 12 വർഷം കുഴലിട്ട് ചൂരിയെടുത്താലും നായുടെ വാല് വളഞ്ഞു തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞതുപോലെ ചിലരുടെയൊക്കെ രക്ഷ അതുപോലെ കേട്ടോ.
എത്ര സുവിശേഷം കേട്ടാലും എത്ര രക്ഷയുടെ വചനം കേട്ടാലും മാനസാന്തരപ്പെടാതെ ആമീൻ ധൂമ്രവസ്ത്രം പട്ടും ധരിച്ച് ആഡംബര ജീവിതം നയിച്ച ധനവാനെ പോലെ ഇവിടെ സുഖിച്ചു കുളച്ച് ജീവിക്കുന്ന ശ്രോതാവേ, നിനക്ക് വരാൻ പോകുന്ന ഭയാനകമായ ന്യായവിധിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. നീ മുഖാന്തരം നിന്റെ തലമുറയെ നഷ്ടമാകുക. കുടുംബത്തിൽ മാതാവ് പിതാവ് രക്ഷകനായ കർത്താവിനെ സ്വീകരിച്ച് രക്ഷകനായ കർത്താവിന്റെ കൂടെ നിൽക്കാതെ ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്ക് അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ നഷ്ടപ്പെടുന്നതിന്റെ തലമുറയും കൂടാ, നിന്റെ കുടുംബം മുഴുവൻ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് നോഹയുടെ കാലഘട്ടത്തിൽ ഹല്ലേലൂയ 120 വർഷം പെട്ടകം പണിയും രക്ഷയുടെ വചനം വിളിച്ചു പറഞ്ഞിട്ടും ആമിനത് കേൾക്കാതെ ഇരുന്നവർ 120 വർഷം രക്ഷ അടുത്തിരുന്നിട്ടും രക്ഷയുടെ വചനം അടുത്തിരുന്ന് കേട്ടിട്ടും അത് കേട്ടിട്ട് മാനസാന്തരപ്പെടാഞ്ഞ അന്നത്തെ കാലത്ത് സകല കുടുംബത്തെയും ആ ബാലവൃത്തം ജനം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിപ്പോയി. ഹല്ലേലൂയ. അതുകൊണ്ട് നീ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, രക്ഷകനായിരിക്കുന്ന കർത്താവിനെ നീ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുത്ത് നിന്റെ മക്കളെ രക്ഷയുടെ അനുഭവത്തിൽ വളർത്തണം. ഹല്ലേലൂയ. എങ്കിൽ അവർക്ക് നിത്യത കിട്ടും. നീയായിട്ട് പഠിപ്പിക്കുന്ന നീയായിട്ട് ചെയ്യുന്നതിന്റെ മക്കളും കണ്ടുപിടിച്ച് നിങ്ങൾ ഒന്നിച്ച് ന്യായവിധിയിലേക്ക് പോകരുത്. നോഹയുടെ കാലഘട്ടത്തിൽ ഈ ഭൂമിയെ ദൈവം വെള്ളത്താൽ മുക്കിക്കളഞ്ഞെങ്കിൽ ഇനിയും ഈ ഭൂമിയെ ദൈവം വെള്ളത്താലല്ല നശിപ്പിക്കുന്നത്, തീയാൽ നശിപ്പിച്ചു കളയുമെന്ന് 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 5, 6, 7, 8 താഴോട്ട് വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. അന്ന് പ്രളയത്താൽ നശിപ്പിച്ച ഭൂമിയെ ഇനി ദൈവം തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു എന്ന് കാണാൻ കഴിയും. അത് ഇവിടെയുള്ളതെല്ലാം കത്തിയഴിയും. ഇവിടെ മനുഷ്യൻ പ്രയത്നിച്ചതും ഉണ്ടാക്കിയതും മനുഷ്യൻ പടുത്തു കൂട്ടിയതും വാരിപ്പിടിച്ചതും കെട്ടിപ്പൊക്കിയതും എല്ലാ സൗദങ്ങളും ഇവിടെ വെന്തുരുകുന്നൊരു കാലഘട്ടമുണ്ട്. നിന്റെ കോടാനുകൂടി സമ്പത്തുകൾ, നിന്റെ സ്വർണവും പൊന്നും വെള്ളിയും നിന്റെ മൂലധനവും നിന്റെ നിക്ഷേപങ്ങളെല്ലാം ഒരു പിടിച്ചാരമാകുന്ന ദിവസമുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്വഭാവം ഈ ലോകത്തിന് വേണ്ടി ജീവിക്കരുന്നേ, മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്ഷയെ ഏറ്റെടുത്തുകൊണ്ട് രക്ഷകന്റെ ഇഷ്ടപ്രകാരം നീ ജീവിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറയുക. രക്തം ചെയ്യും, മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം കേട്ടോ. രക്തം ചെയ്യാൻ ഞാനിതൊക്കെ പറഞ്ഞ് ഞാൻ രക്ഷയ്ക്ക് അകത്ത് നിൽക്കുന്ന വ്യക്തിയായതുകൊണ്ടാണ്. കാരണം ഞാൻ നിങ്ങളെപ്പോലൊക്കെ തന്നെ ജീവിച്ചയാളാ. രക്ഷ എന്താ, രക്ഷകനാരാ, എവിടെയാണ് രക്ഷ കിട്ടുന്നതൊന്നും അറിയാതെ ആ ധൂമ്രവസ്ത്രം പട്ടും ധരിച്ച ധനവാനെ പോലെ ഇവിടുത്തെ ജീവിതമാണ് ഏറ്റവും ശ്രേഷ്ഠം, ഇവിടെയാണ് നരകവും ഭൂമിയും, നരകവും സ്വർഗമില്ല ഇവിടെയാണെന്നൊക്കെ ചില വീട്ടുകൾ പറയുന്ന പോലെ ഞാനും പറഞ്ഞ് നടന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനൊക്കെ നടന്നൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. പക്ഷേ രക്ഷ അടുത്തിരുന്നിട്ടും 36 വർഷം ഞാൻ എന്നെ തള്ളിക്കളഞ്ഞു. പക്ഷേ ദൈവത്തിന്റെ സമയമായിപ്പോയി. അടുത്തിരുന്ന് കേട്ട വചനത്തിലൂടെയുള്ള രക്ഷ എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ സ്പർശിച്ചപ്പോൾ എന്ത് ചെയ്തു? എന്റെ ഹൃദയത്തെ പൂർണ്ണമായി ഞാൻ യേശുവിനെ വിട്ടുകൊടുത്ത് കർത്താവേ, ഇനി എനിക്ക് ഈ ലോകം വേണ്ട, ലോക ഇമ്പം വേണ്ട, ലോകം മോഹങ്ങൾ വേണ്ട, ഇവിടുത്തെ ഒരു സുഖലോലുപമായ ജീവിതങ്ങളും വേണ്ട, എനിക്ക് രക്ഷ മതി. അങ്ങന്റെ ഹൃദയത്തിലേക്ക് വന്ന എന്റെ രക്ഷകനായി എന്റെ ഉള്ളിൽ വസിച്ച് അവിടുത്തെ മകനായി എന്നെ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്തു. അന്ന് രക്ഷകന്റെ സന്തോഷം എനിക്ക്, ആ രക്ഷകന്റെ സന്തോഷത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, നീ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിലൂടെ മാത്രമേ ദൈവരാജ്യത്തെ ചെല്ലാൻ കഴിയുള്ളൂ. മറ്റൊരു മധ്യസ്ഥന്മാർക്കൂടെ ദൈവരാജ്യത്തെ ചെല്ലാൻ കഴിയില്ല. ദൈവരാജ്യത്തിലേക്ക് ഏക വഴി യേശുക്രിസ്തുവാ. യോഹന്നാന്റെ സുവിശേഷം 14:6 ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിൽ എത്തുകയില്ലെന്ന് അവിടെ ഏത് മനുഷ്യൻ വായിച്ചാൽ വെളിപ്പെടുന്ന മനസ്സിലാക്കത്തക്ക നിലയിൽ ഏത് കുഞ്ഞുകുട്ടിക്കും വായിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ സന്നിധി എത്തുകയില്ല. അതിനപ്പുറത്തൊരു വചനമില്ല കേട്ടോ, അതിനപ്പുറത്ത് വേറൊരു മധ്യസ്ഥനില്ല. ദൈവത്തിനും മനുഷ്യരുടെ ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു മാത്രമാണ്. തിമോഥെയോസിന്റെ ലേഖനം വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിങ്ങൾ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കും, രക്ഷ പ്രാപിച്ച് ഞാൻ രക്ഷകനായി രക്ഷ നേടിയെടുക്കുവാൻ വേണ്ടിയാവുന്ന യേശുക്രിസ്തു തന്റെ വിശുദ്ധ രക്തം ക്രൂശിൽ നമുക്ക് വേണ്ടി ചീന്തിയത് വേദപുസ്തകം പറയുന്നതുകൊണ്ട്. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ, എബ്രായ ലേഖനം വായിക്കുമ്പോൾ 2-ാം അധ്യായം ഹല്ലേലൂയ സ്തോത്രം അതിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എബ്രായ ലേഖനം 2-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കും കാണുന്നുണ്ട്, ഞാൻ അവന്റെ ആശ്രയിക്കുന്ന ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. ഹല്ലേലൂയ എന്ന് അവിടെ കാണാൻ കഴിയും.
ഹല്ലേലൂയ. സ്തോത്രം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു മുമ്പേ നമ്മൾ ദൂരസ്ഥരായിരുന്നവരെ ഒക്കെ ഹല്ലേലൂയ നമ്മെ ചേർത്ത് പിടിച്ചു. ഹല്ലേലൂയ. നമ്മളൊക്കെ ദൂരസ്ഥരായിരുന്നു, ദൈവത്തിന് അകന്നവരായിരുന്നു. പക്ഷെ ദൈവം നമ്മെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ രക്ഷ അധികമായത്. അപ്പോൾ അതിന്റെ എഫേസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. എഫേസ് ലേഖനവും നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. എഫേസ് ലേഖനം 2-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ സ്തോത്രം 13-ാമത്തെ 14-ാമത്തെ വാക്യം വായിക്കാൻ കാണുന്നുണ്ട്. സ്തോത്രം മുമ്പേ ദൂരസ്ഥനായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥനായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുവശത്തെയും നോക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുവശത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനായി സൃഷ്ടിക്കുവാനും ക്രൂസിൽ വെച്ച് ക്രൂസിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിക്കാനും തന്നെ. ഈ വചനമൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അല്ലേ? നിങ്ങളുടെ ഈ വേദപുസ്തകം നിങ്ങളിത് വായിക്കണം. ഞാനിവിടെ നിന്ന് വായിച്ച് കേൾപ്പിച്ച് പറഞ്ഞ് പ്രസംഗിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിൽ വേദപുസ്തകം ഉണ്ട്. നിങ്ങൾ നിവർത്തി വെച്ചിട്ട് വായിക്കുക. ഇതൊക്കെ അതിനകത്തുണ്ടോ എന്നൊന്ന് നോക്കണം കേട്ടോ. എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിനകത്തുള്ളത് മാത്രമേ വിളിച്ചു പറയത്തുള്ളൂ. ഇതിനകത്തില്ലാത്ത വിളിച്ചു പറയരുത്. ഇതിനകത്തില്ലാത്ത വിളിച്ചു പറയും. ഇതിനോടൊന്നും കൂട്ടാനോ ചേർക്കാനോ പാടില്ല. ഇതിനകത്തുള്ളത് തന്നെ വിളിച്ചു പറയണം. ഇതിനകത്തുള്ളതാണ് വിളിച്ചു പറയുന്നത്. അല്ലാതെ ഞങ്ങൾ എങ്ങൊന്നും സ്വയമായിട്ട് കൊണ്ടുവന്നതുപോലെ സത്യവേദ പുസ്തകത്തിൽ എഴുതി തന്ന നിത്യമായ രക്ഷയെക്കുറിച്ചാണ്, നിത്യമായ ജീവനെക്കുറിച്ചാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അവിടെ എന്നെ കേൾക്കുന്ന മാതാവേ, ഇപ്പോൾ കർത്താവ് നിങ്ങളോട് പറയുക, ആത്മരക്ഷയ്ക്കായി അധികം ജാഗ്രതയോടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെ വാതിക്കൽ വന്ന് നിൽക്കുന്നു. നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെ വാതിക്കൽ വന്ന് നിൽക്കുന്നു. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 3:20 ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. നിങ്ങൾ വെളിപ്പാട് പുസ്തകം 3:20 വായിക്കാം. ഞാൻ മിക്കവാറും ആവർത്തിക്കുന്നവല്ല. ഞാൻ വാതിക്കൽ മുട്ടുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അല്ലെങ്കിൽ അവൻ എന്നോടും ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന് പറയുന്നു. അപ്പൊ നിങ്ങളുടെ ഹൃദയ കവാടം കർത്താവിന് വേണ്ടി തുറക്കുമോ? രക്ഷകന് വേണ്ടി തുറക്കുമോ? നിന്റെ ഹൃദയത്തിന്റെ കവാടം രക്ഷകന് വേണ്ടി, യേശുവിന് വേണ്ടി, നിന്റെ ഭവനത്തിന്റെ കവാടം യേശുവിന് നീ തുറക്കുമോ? ശ്രോതാവേ, അവൻ നിനക്ക് രക്ഷ തരുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതിന് അവന്റെ രക്ഷ അവന്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു നിശ്ചയമെന്ന് സങ്കീർത്തന പുസ്തകം 85:9 കാണാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വായിച്ച വചനം എന്താണ്? റോമലേഖനം 13-ാം അധ്യായം 11-ാം വാക്യം. ഇത് ചെയ്യേണ്ട ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയിയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. അതെ, രക്ഷയുടെ ആ സമയം രക്ഷയുടെ അടുത്തിരിക്കുന്ന ഈ വചനം കേൾക്കുമ്പോൾ നീ മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ ഹൃദയം കൊടുക്ക്. നിന്റെ ജീവിതത്തിന്റെ കഷ്ടങ്ങളും ശാപങ്ങളും പാപങ്ങളും രോഗങ്ങളും ബന്ധനങ്ങളും അഴിഞ്ഞ് ധനവാനായ മനുഷ്യൻ ആ യാത്ര സ്ഥലത്ത് പോയതുപോലെ പോകാതെ ദരിദ്രനായ അബ്രഹാമിന്റെ മടിയിലേക്ക് പോയതുപോലെ എന്നെ കേൾക്കുന്ന സഹോദരൻ, നിനക്കൊരു മരണമാണ്. മരണാനന്തരം നീ ക്രിസ്തുയേശുവിന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുവാൻ ഈ രക്ഷ നിനക്ക് ആവശ്യമാണ്. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ വചനം കേട്ടിട്ട് കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ തലമുറ എണ്ണത്തിൽ അന്യസ്ഥാന തൊഴിലാളികൾ ഇന്ത്യയിലെ കർത്താവ് 29 സംസ്ഥാനങ്ങളിലായി 145 കോടി 7 ഭൂഖണ്ഡങ്ങളിലായി 800 കോടി ജനത്തിനായി ജാതിമത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കൊട്ടാരം വരെ പാർക്കുന്ന സകല ജനത്തെയും എല്ലാ ധനാടിന്മാരെയും കോടീശ്വരന്മാരെയും എല്ലാ ഭരണ സംവിധാനങ്ങളെയും രാജ്യരാഷ്ട്ര തലന്മാരെ എല്ലാ മത സാമൂഹ്യ സംസ്കാര മാധ്യമ മീഡിയമാരെയും നിൽക്കുന്നവരെ എല്ലാ ഗോത്രവിഭാഗങ്ങളെയും ദ്വീപവാസികളെയും ആദിവാസി ലൈനിലേക്കിലായിരിക്കുന്ന ശൈശവത്തിൽ ബാല്യം കൗമാരി യൗവനത്തിലും വാർത്തകരും വൃത്തരും അശരണരും യാചകരും ഓട്ടയും തടവറയിലായിരിക്കുന്ന സകല ജനത്തെയും മദ്യത്തിനും മയക്കുമരുന്നിനും പാഠശാലകൾക്ക് ലഹരിക്ക് വടിപ്പെട്ട് കിടക്കുന്ന ഈ ലോകത്തിന്റെ ചൂടാത്ത ഈ ലോകത്തിന്റെ ജടികമായ ജീവിതത്തിൽ അകപ്പെട്ട് കിടക്കുന്ന സകല ജനങ്ങളും ബന്ധനങ്ങളിൽ പാപത്തിന്റെ കെട്ടുകളിൽ അകപ്പെട്ട് കിടക്കുന്ന തീവ്രവാദത്തിൽ ഭീകരവാദത്തിൽ വർഗീയത്തിലും അകപ്പെട്ട അനേക ജീവിതങ്ങൾ സമാധാനമില്ലാതെ അനേക കുടുംബങ്ങൾ തകരുമ്പോൾ അതിന്റെ നടുവിൽ കർത്താവ് മാനസാന്തരപ്പെട്ട് രക്ഷകനായിരിക്കുന്ന യേശുവിന്റെ രക്ഷകന് വേണ്ടി ഹൃദയം കൊടുത്ത് ഭവനം കൊടുത്ത് ഈ ജനസമാധാനത്തിലേക്ക് മടങ്ങിവരും രക്ഷയിലേക്ക് മടങ്ങിവരും കർത്താവ് യേശുവിന്റെ മധ്യാകാശ വരവിനായി ഈ ജനത്തെ ഒരുക്കട്ടനായി ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.